ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഷോപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഒരുത്തൻ കയറി എൻ്റെ ഒക്കത്തിരുന്ന് ചുമ്മാ ചിരിക്കാൻ തുടങ്ങിയത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തൊട്ട് അവൻ ചുമ്മാ ഇരുന്നെങ്കിൽ ചിരിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം എന്നെ കളിപ്പിച്ച് നേരെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ചിക്കൻ വറുത്തതും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ഗൈസ്. ഞാനങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ കയറി വന്നിരുന്നു. അതായത് എൻ്റെ അമ്മ പണ്ട് തവിട് കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം. അവൻ പറയുക, എൻ്റെ ചിക്കൻ പീസ് തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം നിൻ്റെ ചിക്കനും കൊണ്ട് ഓടുന്നു. പിന്നെ എന്ത് ചെയ്യാനാ ഗൈസ്, വാരി കൊടുക്കേണ്ടി വന്നു, വാരി കൊടുത്തു. അത് കഴിഞ്ഞ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ വളിച്ച ചിരി. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി എൻ്റെ കൈ മുറിച്ചായിരുന്നു ഗൈസ്. കണ്ടില്ലേ ചോരി ഒഴുകുന്നത്? വണ്ടർഫുൾ. ഒന്നുമില്ല ഗൈസ്, മാങ്ങ ചെത്താൻ പറഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി അങ്ങ് കൈ ചെത്തി കൊടുത്ത്. അല്ലെങ്കിൽ എനിക്ക് പണ്ടേ ഉള്ളതാണ് ഈ പെടപ്പ് കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു നോക്കും ഗൈസ്. അങ്ങനതിന് ശേഷം എൻ്റെ അനിയനാണ് എനിക്ക് മാങ്ങ വെട്ടി തന്നത്. അതിൻ്റെ പേര് എൻ്റെ മാങ്ങയെന്നും അവൻ വാരിത്തന്നു ഗൈസ്. കണ്ടില്ല ഉളുപ്പില്ലാണ്ടിരിക്കുന്നത്? അത് കഴിഞ്ഞ് ഒരു ആക്രി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്, ഒരു സോളാർ ലൈറ്റ് കൊണ്ട്. അത് നോർമലി നമുക്ക് അറിയാമല്ലോ, വെയിലത്ത് ചാർജായി പിന്നെ അത് ഇരുട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കത്തും. പിന്നെ അത് വെച്ചായി അങ്ങ് പട്ടി ഷോ. ഞാൻ ഓരോ രീതിയിൽ വെച്ച് കാണിച്ചപ്പോൾ അവൻ എന്നോട് പറയും അങ്ങനല്ല ഇങ്ങനെയാന്ന് പറഞ്ഞു ഓരോ പൊസിഷനിൽ വെച്ച് കാണിക്കുന്നു. അവൻ അവിടെ എന്തൊക്കെ കാണിക്കുന്നു, ഞാൻ അവിടെ എന്തൊക്കെ കാണിക്കുന്നു. ഗൈസ് നമുക്കിനി സമയമില്ല, പോയി കുളിച്ചിട്ട് വരാം. ടാറ്റാ. അങ്ങനെ കുളിച്ചിട്ട് വന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നീ വീണ്ടും വീഡിയോ എടുക്കുകയാണെന്ന് ചോദിച്ചാൽ കുരിപ്പ് വീണ്ടും വന്നു ഗൈസ്. അപ്പം ഞാൻ അവനെ തവിട് കൊടുത്ത് വാങ്ങിയ കഥ പറഞ്ഞങ്ങ് തളർത്തി ഗൈസ്. അതിൻ്റെ മുഖത്ത് കാണാനുള്ളത് ഇപ്പോൾ ഒരു തൃപ്തിയായി. അപ്പോൾ പോയി കിടന്നിറങ്ങാം ഗൈസ്. ടാറ്റാ.